ഭയാനകമായ ഒരവസ്ഥയിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ഏത് സാധാരണക്കാരന്റെയും ചോര തിളയ്ക്കും. പരീക്ഷാ ക്രമക്കേടുകൾക്കും അഴിമതിക്കുമെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച യുവജനങ്ങൾക്ക് നേരെയാണ് ദ്രുതകർമ്മസേന മാരകമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ച് വെടിയുതിർത്തത്. തങ്ങളുടെ ഭാവി വെച്ച് പന്താടിയ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ ചോദിച്ചു. ഇതായിരുന്നു ഈ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റ്. പ്രക്ഷോഭങ്ങൾക്ക് നേരെ പെലറ്റ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഡൽഹി പോലീസും കേന്ദ്ര ഭരണകൂടവും ആവർത്തിച്ച് പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ ലേഡി ഹാർഡിംഗ് ആശുപത്രിയിൽ നിന്നുമുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ആ കള്ളത്തരങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറിയിരിക്കുകയാണ്. സമരത്തിൽ പങ്കെടുത്ത ഒരു യുവ പ്രക്ഷോഭകന്റെ കണ്ണിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ പെലറ്റുകൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇയാളുടെ നെഞ്ചിലും കഴുത്തിലും തറച്ചു കയറിയ കൂടുതൽ പെലറ്റുകൾ പുറത്തെടുക്കാൻ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ട അവസ്ഥയാണ്. ഇന്നും അയാൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ച തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. മുൻപ് കാശ്മീർ പോലെയുള്ള അതിതീവ്ര സംഘർഷ മേഖലകളിൽ മാത്രം കണ്ടിരുന്ന പെലറ്റ് പ്രയോഗം ഇന്ന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ രാജ്യ തലസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നത് ഭരണകൂട ഭീകരതയുടെ ആഴം വ്യക്തമാക്കുന്നു. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തോടും അവരുടെ കീഴിലുള്ള പോലീസിനോടും ഒന്നേ ചോദിക്കാനുള്ളൂ. കേസുകളും FIRകളും ഇട്ട് ഭയപ്പെടുത്തിയാൽ, ചോര വീഴ്ത്തിയാൽ ഇവിടെയുള്ള യുവജനങ്ങൾ ഭയന്നോടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അധികാരത്തിന്റെ ബലത്തിൽ വാ അടപ്പിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ലജ്ജാകരമായ ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ രോക്ഷം പുകയുകയാണ്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാകുമെന്നും ഇപ്പോൾ ദില്ലി കണ്ടത് വെറും ഒരു ട്രെയിലർ മാത്രമാണെന്നുമാണ് അശുതോഷ് റാങ്കെ വ്യക്തമാക്കിയത്. ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഇനി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദില്ലിയിലേക്ക് ഇരച്ചെത്താൻ പോകുന്നത്. രാജ്യത്തെ യുവതലമുറയുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര ഭരണകൂടം തയ്യാറായില്ല എങ്കിൽ അനന്തരഫലങ്ങൾ അങ്ങേയറ്റം ഭീകരമായിരിക്കും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഭരണകൂടത്തിന് മാത്രമായിരിക്കും. ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തിന്റെ തുഗ്ലക് നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഈ യുവജന പ്രക്ഷോഭത്തെ ഇനി ആർക്കും തടഞ്ഞു നിർത്താനാകില്ല. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യചിഹ്നമാക്കിയ നീറ്റ് പരീക്ഷാ ചോർച്ചയും അതിന് പിന്നിലെ വമ്പൻ ക്രമക്കേടുകളുമാണ് ഈ വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. മാസങ്ങളോളം ആഹാരവും ഉറക്കവും ഒഴിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അധ്വാനത്തെയാണ് ചില മാഫിയകൾക്ക് വേണ്ടി ഭരണകൂടം പന്താടിയത്. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കെതിരെയും യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങി. ആ വിദ്യാർത്ഥികളുടെ ലക്ഷ്യത്തിൽ നിന്നുമാണ് കോക്രോച്ച് ജനതാ പാർട്ടി പോലെയുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ ജന്മമെടുത്തതും ഡൽഹിയിലെ തെരുവുകൾ പ്രക്ഷോഭത്തല പ്രകമ്പനം കൊണ്ടതും. ഈ ഭരണകൂട ഭീകരതയ്ക്കും അനീതിക്കുമെതിരെ വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ശക്തമായ ഉപരോധ സമരങ്ങൾ നടത്തി. എന്നാൽ അവരെ കേൾക്കുവാനോ ചർച്ച നടത്തുവാനോ ഭരണകൂടം തയ്യാറായില്ല. പകരം ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ക്രൂരമായി ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനോട് പോലും ഇതാണ് സമീപനമെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം എവിടെയാണ് നിൽക്കുന്നത്? കേസുകളും FIRകളും ഇട്ട് ഭയപ്പെടുത്തിയാൽ, ചോര വീഴ്ത്തിയാൽ ഇവിടെയുള്ള യുവജനങ്ങൾ ഭയന്നോടുമെന്നാണോ BJP കരുതുന്നത്? അധികാരത്തിന്റെ ബലത്തിൽ വാ അടപ്പിക്കാമെന്ന് വെറും വ്യാമോഹം മാത്രമാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഇപ്പോൾ ദില്ലി കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നുമുള്ള സമരക്കാരുടെ ആ വെല്ലുവിളിയാണ് BJPക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് യുവാക്കൾ ഇനി ഇരച്ചെത്തുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. വിദ്യാർത്ഥികളുടെ കണ്ണീരും ചോരയും വീഴ്ത്തി മുന്നോട്ട് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട. ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തിന്റെ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ ഉയർന്നു വരുന്ന ജനവികാരത്തിന് മറുപടി പറയാൻ കേന്ദ്ര ഭരണകൂടം നിർബന്ധിതരാകും. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ച കേന്ദ്ര ഭരണകൂടവും പോലീസും എന്തായാലും ഈ രാജ്യത്തിന് മുന്നിൽ ഒരു ദിവസം മറുപടി പറയേണ്ടി വരും.